അവയവദാനത്തിന് വ്യാജരേഖയുണ്ടാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നജീബ് പിടിയിലെന്ന സൂചന. ദില്ലി ഗാസിയാബാദിൽ നിന്നാണ് നജീബിനെ പിടികൂടിയത്. പ്രതിയെ ഇന്ന് തന്നെ കേരളത്തിൽ എത്തിച്ചേക്കും. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ ചേരുകയാണ്. തിയോഫിൻ, കഴിഞ്ഞ ദിവസമാണ് വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ സംഭവത്തിൽ 5 പേർ പിടിയിലായത്. 2 പേരെ കൂടി പിടിയിലാകാനുണ്ടായിരുന്നു. അതിൽ മുഖ്യപ്രതി നജീബുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നജീബിനെയാണോ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? ഇയാളെ ഇന്ന് കേരളത്തിലേക്ക് എത്തിക്കുമോ? മനു, ഈ ഡൽഹി ഗാസിയാബാദിൽ നിന്നുമാണ് നജീബ് പിടിയിലായിട്ടുള്ളത്. നജീബ് കല്ലട്രയാണ് ഈ സംഭവം, അതായത് വ്യാജരേഖ ചമച്ചതിലെ പ്രധാന പ്രതി. ഇയാൾക്കായി പോലീസ് അന്വേഷണം തുടർന്നു വരികയായിരുന്നു. ഇപ്പോൾ കേസിൽ നജീബ് ഉൾപ്പെടെ ഇപ്പോൾ 7 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ആദ്യ ദിവസം പരിശോധന നടക്കുമ്പോൾ ഈ പള്ളിക്കര അതായത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന. അവിടെ കേന്ദ്രീകരിച്ചാണ് ഈ വ്യാജരേഖ ചമയ്ക്കൽ നടന്നിട്ടുള്ളത്. പള്ളിക്കര ജംഗ്ഷന് സമീപത്തുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട്, സൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോ. ഈ സൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോ കേന്ദ്രീകരിച്ച് വ്യാജരേഖകൾ അവിടെ നിർമ്മിക്കുന്നു. വ്യാജ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം തയ്യാറാക്കി മറ്റൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ നജീബിൻ്റെ മറ്റൊരു കൂട്ടാളിയായ, അല്ലെങ്കിൽ ഇതോടൊപ്പം ഇതിൽ കണ്ണു ചേർന്നിട്ടുള്ളൊരു സണ്ണി എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സൺ കമ്മ്യൂണിക്കേഷൻ എന്ന ഫോട്ടോസ്റ്റാറ്റ് കട, അവിടെയാണ് പ്രധാനമായും പോലീസ് പരിശോധന നടത്തിയത്. എറണാകുളം റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ റെയ്ഡിൽ നിരവധി വ്യാജരേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ നിരവധി MLA മാർ, MP മാർ, അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സ്വകാര്യ ആശുപത്രികളുടെ ലെറ്റർ ഹെഡുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാർ, ഇവരുടെയൊക്കെ ഉൾപ്പെടെ വ്യാജ ലെറ്റർ പാഡുകളും ഒപ്പുകളും സീലുകളുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യാജരേഖകൾ തയ്യാറാക്കാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഈ വ്യാജരേഖ തയ്യാറാക്കുന്നതിന് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറും പ്രിന്ററും അതും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഒരു കാര്യം, ഈ അവയവ മാഫിയനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഏതെങ്കിലും ഭാഗമായാണോ ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആ രീതിയിലുള്ള അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഇതിന്റെ കൂടെ? മനു, ഇതിന് പിന്നിൽ, അതായത് ഈ അവയവ വിൽപ്പന നടത്തുന്ന വലിയൊരു റാക്കറ്റ്, ആ റാക്കറ്റിന് വേണ്ട ആവശ്യമായ വ്യാജരേഖകൾ തയ്യാറാക്കി കൊടുത്ത് ഇതിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കുന്നവരാണ് നജീബ് ഉൾപ്പെടെയുള്ളവരെന്നാണ് പോലീസിന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ നിലവിൽ ഈ കേസിലെ പ്രതി, അതായത് അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ പ്രധാന പ്രതി നജീബാണ്. നജീബ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല, വലിയൊരു ഒരു വൻ മാഫിയ ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫോട്ടോസ്റ്റാറ്റ് കട റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ ചില സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട രേഖകൾ, അത്തരം രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ ആശുപത്രികൾ കൂടി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കൂടുതൽ രേഖകൾ, അതായത് ഈ അവയവം കൈമാറ്റം ചെയ്യാൻ, ദാനം ചെയ്യാൻ തയ്യാറാകുന്നവർ, അവയവം സ്വീകരിക്കുന്നവർ, അങ്ങനെ നിരവധി പേരുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വ്യാജ ആധാർ കാർഡുകൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ഇവർ. ഇതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഫിഡവിറ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള രേഖ, ശുപാർശ കത്തുകൾ തയ്യാറാക്കുന്നതിനാണ് ജനപ്രതിനിധികളുടെ ലെറ്റർ പാഡുകളും സീലുകളും ഉൾപ്പെടെയുള്ള തയ്യാറാക്കിയിരുന്നത്. ഇതൊന്നും കൂടാതെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി നൽകുന്നതിനുള്ള സംവിധാനം കൂടി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദാതാവ് ഒരാൾക്ക് വൃക്കദാനം ചെയ്യാനാണെങ്കിൽ ആ ദാതാവും സ്വീകർത്താവും അടുത്ത ബന്ധുക്കളായിരിക്കണമെന്ന ഒരു നിബന്ധനയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സർക്കാർ സംവിധാനം ഇത് അനുവദിക്കുക. അല്ലെങ്കിൽ അവയവ വിൽപ്പനയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അവയവ വിൽപ്പനയാണ്. ഈ അവയവ വിൽപ്പന നടത്തുന്നതിനായി ബന്ധുക്കളാണെന്ന് വ്യാജരേഖ ഉണ്ടാക്കലാണ് പ്രധാനമായും ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള വ്യാജ ആധാർ കാർഡുകൾ, മറ്റ് ID കാർഡുകൾ, ഒപ്പം ശുപാർശ കത്തുകൾ ഇതെല്ലാം അംഗീകരിച്ച് കിട്ടുന്നതിന്. ഇതൊന്നും കൂടാതെ ഒരുപക്ഷെ വേറൊരു വഴിക്കും ഈ രേഖകൾ തയ്യാറാക്കാൻ കഴിയില്ലെങ്കിൽ, ഈ അവയവദാതാവും സ്വീകർത്താവും പുരുഷനും സ്ത്രീയുമാണെങ്കിൽ വ്യാജ വിവാഹരേഖയുണ്ടാക്കി വരെ അവയവ കൈമാറ്റം നടത്തിയിരുന്നു എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഇതൊരു വലിയ തരത്തിലുള്ള ഒരു മാഫിയ തന്നെയാണ്, റാക്കറ്റ് തന്നെയാണെന്നതിൽ ഒരു സംശയം വേണ്ട. ആ രീതിയിൽ സകലമാന തരികിടകളും നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വലിയ വ്യാജരേഖകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. സർട്ടിഫിക്കറ്റ്, ജനപ്രതിനിധികളുടെ ലെറ്റർ പാഡുകൾ, പ്രമുഖ ആശുപത്രികളുടെ ലെറ്റർ പാഡുകൾ, ഇതൊക്കെ നിർമ്മിച്ചാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു വലിയ റാക്കറ്റിന്റെ ഭാഗമാണ് എന്ന സംശയം തന്നെയാണ് പോലീസിനുള്ളത്. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ നജീബ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടും എന്നതിൽ തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ.